നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മൾ പറയാറില്ലേ, താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരുടെ അടുത്തൂടെ പൊക്കൂടാ, അല്ലെങ്കിൽ അവർ മേൽ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല, അവരെ കഴിക്കുന്ന ഫുഡ്, അങ്ങനെ ഒരുപാട് സാമൂഹികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ അത്ര പവർഫുള്ളാണിന്ന്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഡൗറിയെ പറ്റി? ഡെയിലി ഇന്നലെ 2-3 ദിവസമായിട്ട് ഇപ്പോൾ എത്ര ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേട്ട ന്യൂസ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരതയുടെ അങ്ങേ അറ്റമാണ്. കാരണം ഫിസിക്കലായിട്ട് ഒരാളെ ചെയ്യുക, അടിക്കുക, ഇടിക്കുക, ഇറ്റ്സ് ടു ബാഡ്. പിന്നെ ഡിമാൻഡ് ചെയ്യുക ഡൗറി. സോ അതിന് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് എത്ര ഡൗറി കിട്ടിയെന്ന് ഞാൻ പറയാം. എനിക്ക് ഡോക്ടർ ആണ്, അപ്പം സമൂഹത്തിൽ ഒരു എക്സ്പെക്റ്റേഷൻ കാണുമല്ലോ ഇങ്ങനെയൊക്കെയാണ് ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം. സോ എനിക്ക് കിട്ടിയ ഡൗറി എന്ന് പറയുന്നത് കുറച്ച് സ്വർണം, ഒരു കാറ്, അനുബന്ധ സംഭവങ്ങൾ. ഇതൊക്കെയായിരിക്കും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ. 0 ഡൗറിയാണ്. ഞാൻ ശരിക്കും ഈ കുട്ടിയെ കാണുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഡൗറി സംഭവം എനിക്ക് എതിരാണ്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഡൗറി കൊടുത്ത് വാങ്ങി കള്ളം കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എനിക്ക് അത്രത്തോളം എന്താ പറയുക, അത്രയ്ക്ക് വലിയൊരു ക്ലിനിക്കൽ PG അങ്ങനെ വലിയ കിട്ടാനുള്ള ചാൻസും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് ഡൗറിയോട് ഇൻട്രസ്റ്റ് ഇല്ല. അതിപ്പം ക്ലിനിക്കൽ PG ആയിരുന്നെങ്കിൽ കൂടി ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ചെറുതിലെ എനിക്കങ്ങനെ പിന്നെ വീട്ടിലും അങ്ങനത്തെ ഡൗറി ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തും പറയാറില്ല, വീട്ടിലും പറയാറില്ല. അച്ഛനായാലും എല്ലാവരും വേണ്ട, അങ്ങനെയുള്ളതൊന്നും ശരിയല്ല. കാരണം അച്ഛനൊക്കെ 7-8 പെങ്ങന്മാരുണ്ടായിരുന്നു. അച്ഛനെ കെട്ടിച്ചയച്ച കഥകളൊക്കെ ഞാൻ കുഞ്ഞിലെ കേട്ട് വളർന്നുകൊണ്ട് എനിക്കറിയാം. കാരണം ഓരോ കല്യാണം കഴിഞ്ഞാലും കയ്യിൽ 10 പൈസ ഇല്ലാതെ തിരിച്ചു വരുന്ന ഒരു ജീവിത സാഹചര്യം അവർക്കുണ്ടായിരുന്നു. അച്ഛൻ സ്വന്തം പെങ്ങളോടും അച്ഛൻ്റെ അവർ ചെയ്തതൊക്കെ. സോ അപ്പം അതൊക്കെ കേട്ട് വളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ബേസിക്കലി ഈ ഡൗറി സിസ്റ്റത്തിനോട് ഭയങ്കര എതിർപ്പായിരുന്നു ചെറുതിലെ. അങ്ങനെയാണ് ഈ കുട്ടിയെ കല്യാണ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത്. അങ്ങനെ അവർ കുറച്ച്, പക്ഷേ അവരുടെ മോളെ കാര്യമാണെന്ന രീതിയിൽ അവർ കുറച്ച് സ്വർണം ഇട്ട് കാണും. പക്ഷേ അതൊന്നും ഞാൻ ചോദിക്കാനും പോകാറില്ല, കാണാറുമില്ല. അതിപ്പോൾ എവിടെയാണെന്നും എനിക്കറിയത്തില്ല. അത് അവരുടെ തന്നെ ലോക്കറിയിരിക്കുകയാണ്. ഞാൻ യാതൊരു വിധത്തിലും എനിക്ക് ഇൻ്റർഫറൻസ് ഞാൻ യാതൊരു വിധത്തിലും ഒന്നും ചെയ്യാറില്ല. 2 പിന്നെ ഉള്ളത് കാറാണ്. ബേസിക്കലി കാർ എടുത്തത് കല്യാണത്തിന് മുമ്പാണ്. കല്യാണത്തിന് മുമ്പ് അവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്താണ്. അത് EMI-യിലാണ് പോകുന്നത്. അത് ഞാനും അടയ്ക്കാറുണ്ട് ഇടയ്ക്ക്. സോ അതുകൊണ്ട് അതൊരു ഡൗറി സ്റ്റഫല്ല. അതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പോലുമില്ല. സോ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഡൗറിയാണെന്ന്. ശരിക്കും ഡൗറി അല്ല അതൊന്നും. അത് വെച്ചിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ ശരിക്കും വാങ്ങിയിട്ടില്ല. അത് പെൺകുട്ടി ചോദിച്ചാലും മനസ്സിലാവും. എനിക്കങ്ങനെ ഇൻട്രസ്റ്റും ഇല്ല ഡൗറി വാങ്ങി കള്ളം കഴിക്കാൻ. കാരണം അത് നമ്മൾ സൊസൈറ്റി കൊടുക്കുന്ന വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും അത്. അപ്പം ഇങ്ങനെ ചെയ്ത നാളെ അടുത്ത ആളും അങ്ങനെ ചെയ്യും, അത് വാങ്ങും, ചോദിക്കും. സോ അതുകൊണ്ട് അത് ശരിക്കും അവോയ്ഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ശരിക്കും ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞാൽ 0 ഡൗറിയായിട്ട് വരിക, ഒരു ചെറിയൊരു മാലയോ ഒരു വളയോ ഇട്ട് സാധാരണ രീതിയിൽ വരിക. അത് സോഷ്യലി തന്നെ ഭയങ്കരമായിട്ട് എന്തോ പറയുക, ഒരുപാട് പേർക്ക് പ്രചോദനമായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് തമാശയ്ക്ക് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ചെയ്താൽ ഞാൻ ഒരു ദിവസം കൊണ്ട് വൈറലാവും. കാരണം ഒരുപാട് മീഡിയ വന്ന് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കും, അങ്ങനെ ചെയ്യും, മറ്റേ ചെയ്യും. പക്ഷെ ട്രൈ ചെയ്ത് നോക്കി വന്നു. പക്ഷേ ആ കുട്ടി സമ്മതിച്ചില്ല. അന്ന് വീട്ടുകാരുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിവേ നമ്മളത് മാക്സിമം കുറച്ച് തന്നെ ചെയ്തത്. കാരണം ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ കുടുംബത്തിൽ ഒരാളിങ്ങനെ കല്യാണം ഞാൻ ആവശ്യമായിട്ട് നടത്തി. അവർ പിന്നീടുള്ള അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടിയും ചെറുക്കനും ചിന്തിക്കാത്ത വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരു അച്ഛനും അമ്മയും ആരെന്ന് വെച്ചാൽ അവരുടെ ജീവിതകാലം മുഴുക്ക ഉണ്ടാക്കുന്ന കാശ് ഇങ്ങനെ ചിലവാക്കി കഴിയുമ്പോൾ പിന്നെ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നത് ചിന്തിക്കാറില്ല. സോ അവിടെ ഇത്തരം സമ്പ്രദായങ്ങൾ ശരിക്കും ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു, ഭയങ്കരമായിട്ട് അതിക്രമിച്ച് കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് ക്യാഷുള്ളത്. ഇപ്പം ജയറാമിൻ്റെ മോളെ കല്യാണം അത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾ അങ്ങനെ ചെയ്യാൻ തോന്നും. ശരിക്കും ജയറാമിൻ്റെ മോളുടെ കല്യാണം വളരെ സിമ്പിളായിട്ട് നടത്തിയിരുന്നെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ബോധം ഉണ്ടായി ഇതൊക്കെ ഒന്ന് കുറച്ച് വെച്ചാണ് കല്യാണം. സോ നിങ്ങളുടെ ഉള്ള കാശ് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചോ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഒരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചോ, അതിൽ നിന്ന് ഒരു 50,000 വെച്ച് കല്യാണം നടത്തുക, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വെച്ച് കല്യാണം നടത്തുക. പക്ഷേ ഒരിക്കലും 10 ലക്ഷം രൂപ ഉള്ള ഒരാൾ 30 ലക്ഷം രൂപയ്ക്ക് കടമെടുത്ത് 50 ലക്ഷം രൂപയ്ക്ക് കല്യാണം നടത്താൻ പാടില്ല. അത് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം ഉണ്ടാവുക. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഇതിനെ സമ്മതിക്കാതിരിക്കുക, അതാണ് മെയിൻ. അതിലും വല്ല ഞാൻ പറയണ ആൺകുട്ടികൾ, പഴയ കാലമല്ല ഇന്നത്തെ കാലത്ത്. ആൺകുട്ടികളുടെ സമയത്തോളം സ്വന്തമായിട്ട് കാശുണ്ടാക്കുക, സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ പോറ്റാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ മെയിൻലി ഇപ്പം ലവ് മാരേജ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഡൗറിയുടെ ആവശ്യങ്ങളൊന്നും ഉണ്ടാകും വരുമെന്ന് തോന്നുന്നില്ല. രജിസ്റ്റർ മാരേജ് ആയിരിക്കും ഇനി കൂടുതൽ വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മളെ ശ്രീധന്യ IAS അയാൾ കള്ളം കഴിച്ചേക്കുന്നത് ഒരു രജിസ്റ്റർ മാരേജ് രീതിയിലാണ്. എന്ത് രസമാണ് അത് കാണാൻ. ശരിക്കും അവരുടെ അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസേ ഉള്ളൂ. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ വിളിച്ച് സദ്യ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക.
ഒരു സന്തോഷം. അല്ലാതെ അതിൻ്റെ അപ്പുറം നമ്മൾ ഈ കാണിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഷോ ഓഫ്, അതിൻ്റെ അപ്പുറമൊന്നുമില്ല ശരിക്കും പറയാൻ. ഞാനതിന് ശരിക്കും എതിരെ തന്നെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരോടും എനിക്കത്ര ഇതില്ല, പോരാ. സോ ഇതൊക്കെയാണ് ഡൗറി. 2 കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡൗറി സിസ്റ്റം തന്നെ ഒഴിവാക്കാൻ പറ്റും. ഒന്ന് പെൺകുട്ടി തീരുമാനിക്കണം. ശരിക്കും പെൺകുട്ടികളാണ് ഇതിനകത്ത് മുൻകൂട്ടി എടുക്കേണ്ടത്. ഇപ്പോൾ ആൺകുട്ടിയുടെ വീട്ടുകാർ വന്ന്, ഇപ്പോൾ ആൺകുട്ടിയുടെ വീട്ടിലെ അച്ഛനും അമ്മയും മാത്രമല്ല, അവരുടെ കുടുംബക്കാരൊക്കെ വന്ന് ചോദിക്കും എത്ര കൊടുക്കും എന്ന്. അവരുടെ ഏതെങ്കിലും കുടുംബം അപ്പോൾ പറയും നാട്ടു നടപ്പനുസരിച്ച് കൊടുക്കും എന്ന് തന്തയുടെ അല്ല പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. സോ അതുകൊണ്ട് ഡൗറി സിസ്റ്റം ഇല്ല എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയി, അങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കല്യാണം കഴിച്ച് മുന്നോട്ട് പോയാൽ ഇതൊരുപാട് കുറയും. സോ ലൈഫ് എന്ന് പറയുന്നത് പഴയ കണക്കല്ല. ഇപ്പം ആണും പെണ്ണും ജോലിയുണ്ട്, 2 പേർക്കും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം മ്യൂച്വൽ റെസ്പെക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. പഴയ കണക്ക് ഡൗറി വെച്ചിട്ട് ഇത്ര കിട്ടി ഇനി ജീവിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി നടക്കത്തില്ല. കാലങ്ങളോട് മാറിയല്ലോ. സോ അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആമ്പിളറെ സംബന്ധിച്ചോളം ആമ്പിളർ ഇനി കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡായിട്ട് രീതിയിൽ ഇതിനെ കാണേണ്ടിയിരിക്കും. കാരണം പഴയ ജനറേഷൻ്റെ കൂടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല, പുതിയ ജനറേഷനാണ്. ഇപ്പം ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങൾ, ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തിരിച്ചാണ് ഡൗറി കൊടുക്കുന്നത്. ഇപ്പം പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഡൗറി കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത്. അത്രയും നാളും ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയ വീട്ടുകാർക്ക് ആൺകുട്ടികൾ വന്നിട്ട് എന്തെങ്കിലും കാശോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടാണ് അവിടുന്ന് പെൺകുട്ടിയെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ നോക്കുകയാണ് എന്നൊരു പതിവാണ് നോർത്ത് ഈസ്റ്റുകളിലൊക്കെ ഉള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ച് നോക്കിയാൽ മതി. ഇപ്പം പല രാജ്യങ്ങളും, വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ ചൈനയൊക്കെ ആണെങ്കിൽ അത് കണക്കാണ്. വന്ന് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് ഡൗറി കൊടുത്തിട്ട് പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നൊരു സമ്പ്രദായമാണ്. വേറെ പല രാജ്യങ്ങളായാലും അങ്ങനെ പലയിടത്തും ഉണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് ഉണ്ട് സംഭവങ്ങൾ. സോ കേരളത്തിൽ ഇനി ഇത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരം അപകടങ്ങളും ഇത്തരം അക്രമങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇതിന് മുന്നോട്ട് വരിക, ആൺകുട്ടികൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇന്ന് എല്ലാവർക്കും ജോലി കിട്ടാൻ ഈസിയാണ്, വളരെ ഈസിയാണ്. ഇതിപ്പം പഠിത്തമൊന്നും വലിയ ഇഷ്യൂ ഇല്ല ഇന്നത്തെ കാലത്ത്. എത്ര ചെറിയ പഠിപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടും വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ സെൽഫായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത്. സോ അങ്ങനെ ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുക, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ബി ദ ചേഞ്ച്, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.